സഹിക്കാൻ പറ്റണ്ട. എനിക്കറിയാം അച്ഛൻ. അച്ഛൻ പൊയ്ക്കോ. അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണം. ദേവിയുടെ കല്യാണാണ്. കൃഷ്ണമാവൻ വന്നിരുന്നു. നീ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂളാണ്, മറ്റധ്യാപകരുണ്ട്. ഇന്ന് ജാമ്യത്തിലിറങ്ങി, നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറില്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയാവും. ബാധ്യതയോ? അതെ, ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. മാത്രമല്ല, ഇന്ന് നീ എന്റെ മനസ്സിലില്ല. സേതുട്ടാ, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം, അല്ലേ? എന്നെ ഇനി ഓർക്കരുത്. ഭയപ്പെടണ്ട. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞു പിരിയാൻ. അവളെ ആശ്വസിപ്പിക്കണം. നല്ലതേ വരൂ എല്ലാവർക്കും. അമിതേ സാർ, പോലീസ് വെരിഫിക്കേഷന്റെ ഒരു കടലാസ് ഉണ്ടല്ലോ. ആരുടെയാണ് സാർ? സേതുമാധവന്റെയാ. SI സെലക്ഷന്റെ. അത് ഉറപ്പാണല്ലോ സാറേ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്യണ്ടായിരുന്നു. ക്രിമിനൽ കേസല്ലേ, എന്ത് ചെയ്യും? സാറേ, അതെന്നെ ഏൽപ്പിക്കരുത്. വേറെ ആരെയും വിട്ട് അന്വേഷിപ്പിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എഴുതി അയക്കാണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛനാരുണ്ടോ അവിടെ? ഉണ്ട്, വിളിക്കാം. സേതുമാധവന്റെ പോലീസ് വെരിഫിക്കേഷന്റെ കടലാസ് വന്നിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യും? സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. എന്റെ ഇഷ്ടം പോലെയായിട്ട് എന്താ കാര്യം? നിങ്ങളുടെ മകന് നല്ലൊരു ജോലി കിട്ടാനുള്ള കാര്യമല്ലേ?
ആ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ആ കേസ് രാജിയാവാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ വേറെ വല്ല വഴിയുണ്ടോ നോക്കാം. അതൊരു ഇവിടെ ഇരിക്കട്ടെ. സാർ, 3-4 മാസമായിട്ട് ഒരു പണിക്കും പോകാൻ പറ്റിയിട്ടില്ലേ മാനെ? 2 മാസത്തോളം മെഡിക്കൽ ആശുപത്രിയിൽ. ഇപ്പൊ 1 മാസമായിട്ട് ഇവിടെ. 2 പിള്ളേരുണ്ട്. അവരുടെ കാര്യം നോക്കാൻ ഞാനല്ലാണ്ട് ആരുമില്ല. അതാ ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ റൗഡിയായിട്ട് ജീവിച്ചു. ഇനി എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ പോലും ആ കയ്യൊന്ന് ഉയർത്താൻ പറ്റുമോ? തനിക്കൊരു സൈക്കിൾ ഷാപ്പ് ഇട്ടു എടുത്തു വയ്ക്കാനും തുടയ്ക്കാനും ഒക്കെ ഒരു പയ്യനെ നിർത്തിയാൽ മതി. തന്റെ കുടുംബം കഴിയാനുള്ള വക അതിൽ. കേസ് ജയിച്ചിട്ടോ സേതുമാധവനെ ശിക്ഷിച്ചിട്ടോ തനിക്കൊന്നും നേടാനില്ല. എന്താ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. ഞാൻ വരട്ടെ. നമ്മളെ അറിയില്ലേ സാറേ? അറിയും. പിന്നെന്താ വില വെക്കാത്ത പോലെ പോണത്? മറുപടി പറഞ്ഞിട്ട് പോ. ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. 3 മാസം ആശുപത്രി കിടന്നപ്പോ 10 കിലോ കൂടി. കൊള്ളാം. കഴിഞ്ഞില്ല. ഇവന്റെ കൈ ഒടിച്ചൊരു പോക്കിരിനെ നിങ്ങൾ കൊണ്ടു നടക്കണില്ലേ? സേതുമാധവൻ. അവനെ ഞാൻ നുറുക്കും. കൈ 2 ഇവന്, ശരീരം ആ പോലീസുകാരൻ തന്തയ്ക്ക് കൊടുക്കും. തല നിങ്ങളെ ക്വാർട്ടേഴ്സിൽ അയച്ചു തരും. എന്നിട്ട് ജോസിനെ കോടതി കയറ്റി ഉണ്ടാക്കാമോ നിങ്ങൾ നോക്ക്. ചോണേണ്ടേക്ക് പരിഭ്രമിക്കണ്ട. വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടും. പിന്നെ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലവും ഉണ്ടല്ലോ. ഇനിയൊരു ആലോചനയ്ക്ക് ഒരുക്കത്തിന് സമയം കളയണം. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടണം. ആദ്യം ജീവൻ രക്ഷിക്കും. പടക്കം പൊട്ടിച്ചവരും സേതുമാധവന് ജയ് വിളിച്ചവരും ഇനി ആരുടെ ബാക്കിയുള്ളത്? ജോസ് ചാവൻ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച എല്ലാ പുണ്യാളന്മാരും ഓർത്തോ, എല്ലാവന്റെ അടുത്തും ഞാൻ വരും. ആ പന്നിയുടെ മോൻ എവിടെ ചെന്ന് ഒളിച്ചാലും ഞാൻ അവനെ വിടില്ല. എന്താ പറ്റിയ നിനക്ക്? ജോസ് തിരിച്ചെത്തി. ഓരോരുത്തരോടും എണ്ണി എണ്ണി പകരം ചോദിക്കുകയാണ്. നീ പോകുന്നത് വീട്ടിലാരും അറിഞ്ഞില്ലേ? രമേശനോട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയ ഇവിടെ ഇറങ്ങിയത്. ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലോ? എന്ത് വർത്താനം നീ പറയുന്നത്? എങ്ങോട്ട് പോകാൻ എന്നിട്ട് പ്ലാൻ? അറിയില്ല. എനിക്ക് കുറച്ച് കാശ് വേണം. ഇപ്പോ ഇല്ലെങ്കിൽ വേണ്ട. അതല്ലടാ, ഇന്ന് നീ ഇവിടെ താമസിക്കേ. അത്ര പെട്ടെന്ന് ഇവിടെ ആരും അന്വേഷിച്ചു വരില്ല. നാളെ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കാം.